എറണാകുളത്ത് നിന്നും കോയമ്പത്തൂർ വരെ പോയി ഒന്ന് ഫുഡ് അടിച്ചാലോ? കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബർത്ത്ഡേ ഗേൾ, മറ്റേത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ വിശപ്പിൻ്റെ വിളി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നത് കൊണ്ട് ഒരു ചായക്കട കണ്ടപ്പോൾ അവിടെ അങ്ങ് വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിരിക്കുക. അപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസ് കണ്ടായിരുന്നു. എന്ത് വാങ്ങുമെന്ന് കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാണ് തൈര് വട കണ്ടത്. അപ്പോൾ തൈര് വട തന്നെ വാങ്ങാമെന്ന് കരുതി. അപ്പോൾ തൈര് വട ചേച്ചി തന്നു. അപ്പോൾ തൈര് വട വാങ്ങിയപ്പോഴോ അത് കുത്തിയിട്ടും അങ്ങോട്ട് പൊട്ടുന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ച് ഈ സാധനം കിട്ടിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിന്നപ്പോഴോ കുത്തിയിട്ടും അങ്ങ് പൊട്ടുന്നില്ലാന്നേ. എന്നിട്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഞാൻ കഷ്ടപ്പെട്ട് അങ്ങ് കുത്തി പൊട്ടിച്ചങ്ങ് എടുത്ത് വായിലേക്ക് ഇട്ടപ്പോഴോ എനിക്കതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഈ ഇതാണോ തൈര് വട എന്നാണ് എൻ്റെ ഭാവത്തിലുള്ളത്. പക്ഷേ പിന്നെ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി. ആദ്യം അത് വായിലിട്ടപ്പോൾ അത്ര ടേസ്റ്റ് തോന്നിയില്ലെങ്കിൽ പിന്നെ എനിക്കത് ഇഷ്ടമായി. എൻ്റെ എക്സ്പ്രഷനിൽ തന്നെ അത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടീ സ്റ്റാളാണിത്. ഗ്രീൻലാൻഡ് എന്നാണ് ഈ ഒരു ടീ സ്റ്റാളിൻ്റെ പേര്. കോയമ്പത്തൂരിൽ തന്നെ അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന ഒരു ടീ സ്റ്റാളാണെന്നാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ വന്ന ടൈമിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചി നേരത്തെ തന്നെ സാധനം വാങ്ങി നന്നായി, പിന്നെ തിരക്കിൻ്റെ ഇടയിൽ പെട്ടു പോവില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ചേച്ചിയും മക്കളൊക്കെയാണ്. അത് മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ആക്ച്വലി നമ്മൾ അമ്പലത്തിക്കായിട്ട് ഇറങ്ങിയതായിരുന്നു. പിന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരു പ്ലാനിൽ ഇറങ്ങിയതാണ്. ഇതാണ് നമ്മുടെ തൈര് വട. അതിൻ്റെ മുകളിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല, പിന്നെ എനിക്ക് തിന്നപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു തൈര് വട ഉണ്ടായിരുന്ന ഒരു പാത്രത്തിൽ. അത്യാവശ്യം വലുപ്പമുള്ളൊരു വടയൊക്കെ ആയിരുന്നു. തൈരൊക്കെ ഒഴിച്ചിട്ട് എനിക്ക് പിന്നെ തൈര് വെറുതെ കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വട കഴിച്ച് കഴിഞ്ഞപ്പോഴും തൈര് ബാക്കിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. പഴംപൊരി ഉണ്ടായിരുന്നു, പരിപ്പ് വട ഉണ്ടായിരുന്നു, സമൂസ ഉണ്ടായിരുന്നു, പപ്സ് ഉണ്ടായിരുന്നു. പപ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ചായ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളി ചായ. എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് ഇഷ്ടം. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് സ്വീറ്റ്സ് ചേച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് കാറിലിരുന്ന് ഇത് തിന്നലായിരുന്നു പരിപാടി. അതിലാ പിങ്ക് കളറിലുള്ള ആ ഒരു സ്വീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ മിക്സ്ചർ അടിപൊളിയാണ്. തമിഴ്നാട്ടിലത്തെ മിക്സ്ചറിന് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലേ. അതെന്തേ ആവോ, രാവിലെ തന്നെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് അധികം ആർക്കും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും പിന്നെ വാവയും കൂടെയാണ് ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. വേറെ ആർക്കും തിന്നാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിലത്തെ ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ, സ്വീറ്റ്സും മിക്സ്ചറിനും ഒക്കെ. അപ്പം നമ്മൾ ഇതും കൂടി ട്രൈ ചെയ്യാന്നുള്ളതിലാണ് ബർത്ത്ഡേ പാർട്ടിക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അപ്പോൾ പൊങ്കലുണ്ടായിരുന്നു, വട ഉണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ എന്തോ തക്കാളി ചട്നിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം പുളിപ്പായിട്ടുണ്ടായിരുന്നു. കൂടെ ഇഡ്ഡലി ഉണ്ടായിരുന്നു, പൂരി മസാലയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ അതൊന്നും തിന്നാൻ പറ്റുന്നില്ലായിരുന്നു. ഇത്രയും രാവിലെ തന്നെ കഴിച്ചുകൊണ്ട് എനിക്ക് തിന്നാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു സ്വീറ്റ്. പിന്നെ പൂരി മസാല ഉണ്ടായിരുന്നു. സ്വീറ്റിനുള്ളൊരു യെല്ലോ കളർ ആയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫുഡ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് പൊങ്കൽ കഴിച്ചായിരുന്നു. അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. കൂടെ ഒരു സമൂസ കിട്ടിയായിരുന്നു. സമൂസ എനിക്ക് എന്തോ അത്ര ഇഷ്ടമായില്ല. ബാക്കി എല്ലാ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത്രയും നല്ല അടിപൊളി ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.